നമ്മൾ സാധാരണ വിഷുക്കണി വെക്കുന്ന നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വിഷുക്കണിക്ക് ഉപയോഗിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ നെയ്യപ്പമാണ്. അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പഞ്ഞി പോലത്തെ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം. അതിനുവേണ്ടി 2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരി ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ മട്ട അരിയാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് അരിയാണ് ചോറ് വെക്കാൻ എടുക്കുന്നത് അത് ഉപയോഗിക്കാം. പുഴുങ്ങലരി തന്നെ എടുക്കണം. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരിയൊന്നും എടുക്കാൻ പാടില്ല. അളന്നെടുത്ത അരിയൊക്കെ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് നന്നായി ഒന്ന് കുതിർത്തെടുക്കണം. അരി കുതിരാൻ വെച്ചിട്ട് ഇപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മട്ടയരി ആയാലും പച്ചരി ആയാലും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്ക് അരയ്ക്കാനായി മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുതിർത്തെടുത്ത അരി മുഴുവനായും തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ഇതുപോലെ തോട് കളഞ്ഞ് അരി മാത്രം എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായി നമ്മൾ വെള്ളമല്ല ചേർക്കുന്നത്. ഞാനിവിടെ 200 ഗ്രാം ശർക്കര ഇതുപോലെ നന്നായി ഉരുക്കി അരിച്ചെടുത്ത് വെച്ചതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര വെള്ളത്തിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. നെയ്യപ്പത്തിനുള്ള മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മട്ടയരിയുടെ ചെറിയൊരു തരിയോട് കൂടിയിട്ടുള്ള മാവാണ് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ചെറു തരിയോട് കൂടി ഉണ്ടാവുമ്പോൾ തന്നെ നെയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മൈദ ചേർത്ത് നെയ്യപ്പം ചൂടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലുള്ള നെയ്യപ്പം നമുക്ക് കിട്ടും. ഇപ്പോ മൈദയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കണം. ഇതിപ്പോ കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മൾക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യപ്പക്കൂട്ടിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഈ തവിയിലേക്ക് ഇങ്ങനെ കോരി എടുത്ത് കഴിയുമ്പോൾ തവിയിൽ പറ്റി പിടിച്ചിരിക്കണം. എന്നാൽ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ അത് ഒഴുകി പോവാതെ അങ്ങനെ മാറി നിൽക്കുകയും വേണം. ഇതാണ് ഒരു പാകം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഈ കൂട്ടിലേക്ക് ഉപ്പ് ചേർത്തില്ല. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിന് പകരം നിങ്ങൾക്ക് എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നെയ്യിൽ മൂപ്പിച്ച തേങ്ങാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി ഇത് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയുടെ അളവ് കൂടി പോകരുത്. ഒരു പിഞ്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോഡാപ്പൊടി ചേർക്കാതെ നമ്മൾക്ക് ഈ അപ്പം ചുട്ടെടുക്കാം. സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവുമില്ല. ഞാനിപ്പോൾ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നെയ്യപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം ചൂടാൻ തുടങ്ങാം. നെയ്യപ്പത്തിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് കോരി ഒഴിച്ച് നെയ്യപ്പം ചുട്ടെടുക്കാം. കുഴിയുള്ള ചീനച്ചട്ടിയിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം തനിയെ തന്നെ പൊങ്ങി വരുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിന്റെ മുകളിലേക്ക് തിളച്ച എണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമ്മൾക്ക് മറു സൈഡും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. 2 സൈഡും നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ആദ്യത്തെ നെയ്യപ്പം ഇവിടെ 2 ഭാഗവും മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. മാവ് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞും വരും. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ നെയ്യപ്പവും നമ്മൾക്ക് ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള നാടൻ നെയ്യപ്പം ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും.